ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 17-ാം അധ്യായത്തിലെ ബാബിലോൺ എന്ന പ്രതീകത്തിൻ്റെ വ്യത്യസ്ത അർത്ഥധ്വനികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പതിനേഴാം അധ്യായം 8-ാമത്തെ വാക്യം. നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. പാതാളത്തിൽ നിന്ന് അത് കയറി വരാനിരിക്കുന്നു, പക്ഷെ നാശത്തിലേക്ക് പോകുന്നു. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടും. ബാബിലോൺ എന്ന ആ സ്ത്രീയെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ അധികാര ശക്തിയെയാണ് തുടർന്ന് വിശദീകരിക്കുക. മൃഗത്തിൻ്റെ പ്രതീകത്തിലൂടെ അതിന് കുറച്ചുകൂടി അർത്ഥധ്വനികൾ അതിന് നൽകുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മൃഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടിരുന്നു, അതുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും വരാനിരിക്കുന്നതുമാണ്. അപ്പം അത് ദൈവത്തിൻ്റെ ആ ഒരു വിശേഷണത്തിൻ്റെ ഒരു ഘടക വിരുദ്ധമായിട്ടുള്ള ഒരു അവതരണമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ആയിരുന്നവനും ഇപ്പോഴുള്ളവനും വരാനിരിക്കുന്നവനുമാണ്. അതായത് 3 കാലങ്ങളെയും ബന്ധിപ്പിക്കുന്നവനാണ്. ഹീ വാസ്, ഹീ ഈസ് ടു കം. എന്നാൽ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള വിവരണമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവിടെ സൂചിപ്പിക്കപ്പെടുന്നില്ല. ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും വരാനിരിക്കുന്നതും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ, ഒരു വ്യക്തിയുടെ ഉണ്മയെക്കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഇപ്പോഴുള്ള അവസ്ഥയാണ്. ഉണ്ടായിരുന്നതോ വരാനിരിക്കുന്നതോ അത് അർത്ഥരഹിതമാണ് ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്നു, വരാനിരിക്കുന്നു, പക്ഷേ ഇപ്പോഴില്ല എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അതിന് യഥാർത്ഥമായിട്ടുള്ള അസ്തിത്വമില്ല, ഉണ്മയില്ല എന്ന് തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു പ്രയോഗത്തിൻ്റെ ആ ഒരു അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഇല്ലാത്ത തിന്മയുടെ ശക്തികളെ ഭയപ്പെടേണ്ടതുണ്ടോ? അപ്പോൾ തിന്മയെക്കുറിച്ചുള്ള ഒരു പുതിയൊരു കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും തിന്മയുണ്ട്, പക്ഷേ തിന്മയ്ക്ക് ആത്യന്തികമായ അസ്തിത്വമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. ഇത് ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് അസ്തിത്വമൊന്നുമില്ല, നിലനിൽക്കുന്ന അസ്തിത്വമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവയെ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത്? എന്നും നിലനിൽക്കുന്നവനായ ദൈവത്തെയാണ്. ഇനി ഈ തിന്മയെക്കുറിച്ച്, ഈ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു പ്രയോഗമാണ്, അത് പാതാളത്തിൽ നിന്ന് കയറി വരാനിരിക്കുന്നു. പാതാളത്തിൽ നിന്ന് കയറി വരാനിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചില അർത്ഥധ്വനികൾ കഴിഞ്ഞ ക്ലാസ്സിനെ സൂചിപ്പിച്ചിരുന്നു. മൃഗം പാതാളത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം എവിടെയാണ് ആയിരിക്കുന്നത്? സ്വർഗത്തിലാണ് ആയിരിക്കുന്നത്, ഉന്നതത്തിലായിരിക്കുന്നവൻ. ഇവൻ പാതാളത്തിൽ നിന്ന് കയറി വരുന്നു. അപ്പോൾ കയറി വരുന്നു എന്നുള്ളത് അത് വീണ്ടും വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ചിലരൊക്കെ ഇത് നീറോയുടെ ഒരു ഐതിഹ്യവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട്. യൂഫ്രട്ടീസിന് അക്കരെയുള്ള വലിയ ഒരു സൈന്യമായിരുന്നു പാർഥിയൻ സൈന്യം. കുതിരപ്പടയാളികളുള്ള ഒരു സൈന്യമായിരുന്നു അത്. റോമാക്കാർ ഭയപ്പെട്ടിരുന്നത് ഈ പാർഥിയൻ സൈന്യത്തെയാണ്. അപ്പോൾ ഈ പാർഥിയൻ സൈന്യത്തെ റോമക്കാർക്ക് പരാജയപ്പെടുത്തുവാനും സാധിച്ചിരുന്നില്ല. അന്നുണ്ടായിരുന്ന ഐതിഹ്യം ഇപ്രകാരമായിരുന്നു:
ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന നീറോ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. അദ്ദേഹം പാർത്തിയൻ ആ സൈന്യങ്ങളുടെ സംരക്ഷണയിലാണിപ്പോൾ. വീണ്ടും ആ പാർത്തിയൻ സൈന്യത്തോടു കൂടെ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റോമക്കാർ ഭയപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൃഗത്തിൽ ഈ നീറോയുടെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ മൃഗത്തിൽ നീറോയുടെ ചില വിശേഷങ്ങൾ, അതായത് ആ ദുഷ്ടത അതിൽ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ ഈ നീറോയുടെ ക്രൂരതയൊക്കെ ഉള്ള ആ ഒരു മൃഗമാണ് വരാനിരിക്കുന്നത്. പക്ഷേ ഇത് വീണ്ടും വരുമെങ്കിലും അത് നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ദൈവജനത്തെ ഭയപ്പെടുത്തുവാനായിട്ട് അത് കടന്നു വന്നിരിക്കും. പക്ഷേ അതിന് ഒരിക്കലും തീർച്ചയായിട്ടും ജനങ്ങളുടെ മേൽ, ദൈവജനത്തിൻ്റെ മേൽ അതിന് ആത്യന്തികമായിട്ടുള്ള ശക്തിയൊന്നും ഉണ്ടാവുകയില്ല. ദൈവജനം അതുകൊണ്ട് അവയെ ഭയപ്പെടേണ്ടതുമില്ല. ഇനി തുടർന്ന് പറയുന്ന ആ ഭാഗം, ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഈ മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടും. ഇത് യഥാർത്ഥത്തിൽ ഇത് ദൈവജനത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ്. ഇനി ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ, ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ. അപ്പോൾ ജീവൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതും പഴയ നിയമത്തിലുള്ള ചില സൂചനകളുടെ പശ്ചാത്തലത്തിലാണ്. സങ്കീർത്തനം 69:28, ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതുവാൻ ഇടയാകാതിരിക്കട്ടെ. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്, തങ്ങളെ ആക്രമിക്കുന്നവർ അവർ ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ രക്ഷിക്കപ്പെടും എന്നൊക്കെ ഉള്ള സൂചനകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രമേയം, ഒരാശയം തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ. ഇനി വെളിപാട് 13:8 ഇത് കുഞ്ഞാടിൻ്റെ പുസ്തകമായിട്ടും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറയുമ്പോൾ രക്ഷയിൽ പങ്കുചേരുന്നവർ, കുഞ്ഞാടിലൂടെ, അതായത് ക്രിസ്തുവിലൂടെ ആ രക്ഷ സ്വീകരിക്കുന്നവർ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ജീവൻ സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക, അപ്പോൾ ദൈവജനത്തിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. രക്ഷ അവർക്ക് തീർച്ചയാണ് അവർക്കായിട്ട് സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗം അല്പം ഒന്ന് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കാവുന്ന ഒരു വ്യാഖ്യാനം, ആദ്യം മുതൽ തന്നെ ചിലരുടെ പേരുകൾ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ ദൈവം അവരെ രക്ഷയിൽ നിന്ന് ആദ്യം മുതൽ തന്നെ ഒഴിവാക്കിയെന്നാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയും വ്യാഖ്യാനിക്കാം, പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ. പക്ഷേ ഇവിടെ അതല്ല അർത്ഥമാകുന്നത്. കാരണം ഭൂവാസികളെക്കുറിച്ച് പിന്നീട് പറയുമ്പോൾ അവരും ഈ രക്ഷയിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാം ആ രക്ഷ നേടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ അവർക്ക് ആ രക്ഷയ്ക്കുള്ള സാധ്യതയുണ്ട്. നമ്മൾ 10-ാമത്തെ അധ്യായത്തിന് മുമ്പ് കണ്ടിരുന്നു, അവർ ഈ കാഹളത്തിൻ്റെ മഹാമാരികളൊക്കെ കഴിയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചോദിച്ചായിരുന്നു, അപ്പോൾ അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല, ഇനി അവർ മാനസാന്തരപ്പെടുകയില്ല എന്നാണോ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറഞ്ഞു, അവരുടെയും മാനസാന്തരം ലക്ഷ്യം വയ്ക്കുന്നു. അത് എപ്രകാരമാണ് എന്ന് 10-11 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. 2 പേര് സാക്ഷ്യം നൽകുന്നു. ആ സാക്ഷ്യം കഴിയുമ്പോൾ ഭൂരിഭാഗം പേരും ദൈവത്തെ സ്തുതിക്കുന്നത്, മാനസാന്തരപ്പെടുന്നത്
നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. പിന്നെ വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ജനതകൾ ഈ ജെറുസലമിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ചുള്ള സൂചനകളുമൊക്കെയുണ്ട്. അപ്പോൾ ഈ ഭൂവാസികൾ തീർച്ചയായിട്ടും രക്ഷയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് വെളിപാടിലെ പ്രധാനപ്പെട്ട ഒരാശയം. അപ്പോൾ ഇവിടെ ആദ്യം മുതൽ പേരെഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇല്ലാത്തവർ എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അതായത് ദൈവം അവരൊരിക്കലും രക്ഷയിലേക്ക് തിരികെ വരികയില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമൊന്നുമില്ല. രക്ഷ ദൈവത്തിൻ്റെ കൃപയാണ്, അതെല്ലാവർക്കുമായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി അതിന് പ്രത്യുത്തരം കൊടുക്കേണ്ടത് അത് ഓരോരുത്തരുമാണ്. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകിയാൽ ആ രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. ഇനി ഈ പേരെഴുതപ്പെടാതിരിക്കുക എന്നതിൻ്റെ ആ കാരണം ഇത് ഈ ഒരു വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അത് അവരുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടും. അപ്പം മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടുന്ന ഭൂവാസികൾ. അപ്പോൾ എന്താണ് മൃഗത്തെ നോക്കി ആശ്ചര്യപ്പെടുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? ആരാധനാഭാവത്തോടെ അവയെ വീക്ഷിക്കുക, അതിൻ്റെ പിന്നാലെ പോവുക, ആദരിക്കുക. ഇപ്പം മുറിവേറ്റിട്ടും ആ ജീവിച്ച മൃഗത്തെ കണ്ട് ആശ്ചര്യപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് അതിനെ ആരാധനാഭാവത്തോടെ കണ്ട് അതിൻ്റെ പിന്നാലെ പോവുക, അതിനെ സ്വീകരിക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആ ഭൂവാസികൾക്ക് പറ്റുന്ന തെറ്റെന്താണ്? ഈ മൃഗം മുറിവേറ്റിട്ടും ജീവിക്കുന്ന ആ മൃഗം അത് ജീവനിലേക്ക് വരും, അതെന്ന് നിലനിൽക്കും എന്ന ചിന്തയാൽ അതിൻ്റെ പിന്നാലെ പോകുന്നു. യഥാർത്ഥ ദൈവത്തെ ഉപേക്ഷിച്ച് ഈ തിന്മയുടെ ശക്തികളുടെ പിന്നാലെ പോകുന്നു. അപ്പോൾ ഭൗമിക ശക്തികളൊക്കെ തഴച്ചു വളരുമ്പോൾ അതിലൊക്കെ ആകർഷകരായിട്ടുള്ളവർ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെയൊക്കെ പോയെന്ന് വരും. അപ്പോൾ ഭൗമികതയുടെ പിന്നാലെ പോകുന്നവരെയാണ് ഇവിടെ ഭൂവാസിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൃഗത്തെ കണ്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആത്യന്തികമായിട്ട് അവർ പിഞ്ചെല്ലുന്നത് സാത്താനെ തന്നെയാണ്, പൈശാചിക ശക്തിയിലേക്ക് തന്നെയാണ്. കാരണം ഈ മൃഗത്തെ അയക്കുന്നത് സാത്താനാണ്. 13-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പൈശാചിക ശക്തികളുടെ പിന്നാലെ പോകുന്നവർ, തിന്മയുടെ പിന്നാലെ പോകുന്നവർ രക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമേ ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവർ വഴിതെറ്റിപ്പോകും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഭൂവാസികൾ, ഇതിൻ്റെ പിന്നാലെ പോകാത്ത ഭൂവാസികൾ തീർച്ചയായിട്ടും രക്ഷയിലേക്ക് കടന്നു വരും. ഇനി ദൈവജനത്തിൻ്റെ മുന്നിലുള്ള ആ ഒരു ആഹ്വാനം എന്താണ്? മനുഷ്യരിൽ വിസ്മയം ജനിപ്പിച്ച പുരാതന കാലത്തെ സാമ്രാജ്യങ്ങളെല്ലാം തന്നെ തകർന്നടിഞ്ഞു. അവയുടെ സ്വാധീനത്തിൽ നിങ്ങൾ വഴിപ്പെടരുത്. അതുവഴി നിത്യജീവൻ നഷ്ടമാക്കരുത് എന്ന താക്കീതും അത് തരുന്നു. അപ്പോൾ ഈ ബാബിലോണിൻ്റെ ഈ ചിത്രീകരണത്തിലൂടെ യോഹന്നാൻ ഇവിടെ അർത്ഥമാക്കുന്നത് ആ വ്യവസ്ഥിതിയെ, തിന്മ നിറഞ്ഞ വ്യവസ്ഥിതിയെല്ലാം ഇവിടെ അവതരിപ്പിച്ചിട്ട് ഇവയ്ക്ക് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല എന്ന് വ്യത്യസ്ത പ്രതീകങ്ങളിലൂടെ അവതരിപ്പിച്ച് ദൈവജനത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് പിഞ്ചെല്ലുന്നത്? ഇപ്പോൾ ഈ പ്രയോഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ ആ രചനയിലുള്ള ഒരു പാരഡി പ്രയോഗങ്ങളാണ്. പാരഡി എന്ന ആ ശൈലി. അപ്പോൾ യോഹന്നാൻ്റെ രചനയിലുള്ള പാരഡി ആ ശൈലിയെക്കുറിച്ച് ഒന്നുകൂടി നമുക്കൊന്ന് കാണാം. നമുക്ക് ഈ വെളിപാട് ഗ്രന്ഥത്തെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു യോഹന്നാൻ്റെ ഈ ഒരു ലിറ്റററി ടെക്നിക്ക് കൂടുതൽ സഹായിക്കും. അപ്പോൾ എന്താണ് പാരഡി എന്ന് പറയുന്നത്? പാരഡി, ഐറണി. പാരഡി എന്ന് പറയുമ്പോൾ അധികാരങ്ങളുടെയും വ്യവസ്ഥിതികളുടെയും തനിനിറം തുറന്നു കാണിക്കാൻ രചയിതാവ് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് പാരഡി പ്രയോഗങ്ങൾ. അപ്പോൾ
ഇന്ന് നമ്മുടെയൊക്കെ മുന്നിലുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ തനിനിറം അതല്ല എന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വർണ്ണനകളൊക്കെ അത് ഒരു വിമർശനത്തിനുള്ള വഴിയായിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ പാരഡി എന്ന് പറയുന്നത് ഒരു വിമർശനമാണ്. അന്നുള്ള സംവിധാനങ്ങൾക്ക് നേരെയുള്ള ആ വിമർശന ശരങ്ങളായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിമർശനങ്ങൾ അത് വ്യക്തിക്കെതിരെ ആണെങ്കിൽ അതൊരു ആക്ഷേപഹാസ്യമായിട്ട് മാറുന്നു. ഇപ്പോൾ ആക്ഷേപഹാസ്യത്തിൽ എന്താ ചെയ്യുന്നത്? നേരിട്ട് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ വേറെ ചില ചിത്രങ്ങളിലൂടെ ചില ഉപമകളിലൂടെ ഒക്കെ അവതരിപ്പിക്കുന്നു. ഇനി ഈ വിമർശനങ്ങൾ അത് സാധാരണ വ്യക്തികൾക്ക് നേരെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അത് ഏകാധിപത്യ ശക്തികൾക്കെതിരെ ആണ് എങ്കിൽ അത് പലപ്പോഴും അപകടകരമായിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐറോണിക് സ്റ്റൈൽ ഉപയോഗിക്കുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കാറുണ്ട്. ഉദാഹരണത്തിന് വെളിപാട് ഗ്രന്ഥത്തിൽ ആ മൃഗത്തെക്കുറിച്ച് പറയുമ്പോഴും മൃഗത്തിനുള്ള സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ 666 കുറിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു തിന്മയുടെ ശക്തിയെ അല്ലെങ്കിൽ അന്നത്തെ ചക്രവർത്തിയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം. പക്ഷെ അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ആണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥിതിയെ അതിൻ്റെ അപ്പോഴുള്ള ഭാവങ്ങളൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ നിറം എന്ത് എന്ന് വ്യക്തമാക്കാനായിട്ടാണ് ഈ ഐറണി പ്രയോഗങ്ങളുള്ളത്. വെളിപാട് ഗ്രന്ഥത്തിൽ ഒത്തിരിയേറെ ഈ ഐറണി നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിന് ഉദാഹരണം നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്കൊന്ന് എടുക്കാം. ഈ സർപ്പം എന്ന് പറയുന്ന പ്രതീകം അത് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് റോമൻ സംസ്കാരത്തിൽ സർപ്പം ഒരു സ്ത്രീയെ പിന്തുടരുന്നത് കാണുന്നുണ്ട്. ആ സ്ത്രീയെ അപ്പോളോ ദേവൻ രക്ഷിക്കുന്നു. അപ്പോൾ ആ സർപ്പത്തിന് പേര് സേത്ത് ടിഫോൺ എന്നാണ്. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരെ ഈ അപ്പോളോ ദേവനുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ സർപ്പത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ ശക്തിയായിട്ട്. ഇനി വെളിപാട് ഗ്രന്ഥത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ കഥാപാത്രങ്ങൾ അത് തലകീഴായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ ചക്രവർത്തി ആരാണ്? അപ്പോളോ ദേവനല്ല. ചക്രവർത്തി അത് സർപ്പമാണ്. അത് സൂചിപ്പിക്കാനായിട്ട് ആ സർപ്പത്തിൻ്റെ ആ നിറം അത് പ്രതീകാത്മകമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. സർപ്പത്തിന് ആ ചുവന്ന നിറം, ആ ചുവന്ന നിറം, ആ സേത്ത് ടിഫോണിൻ്റെ ആ നിറം അത് ചക്രവർത്തിക്കുമുണ്ട്. ഇനി ചക്രവർത്തിയുടെ അപ്പോൾ അവരൊക്കെ റോമൻ ചക്രവർത്തിമാർ ധരിച്ചിരുന്ന ആ മേലങ്കിയുടെ ആ നിറം, ചുവന്ന നിറം, അതൊക്കെ ആയിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴിയായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുക? ക്രമപാലകരെന്ന് പറയുന്ന ചക്രവർത്തിമാർ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തെ എല്ലാം സമാധാനത്തിൽ നയിക്കുന്നവരൊന്നുമല്ല. അവർ അരാജകത്വം സൃഷ്ടിക്കുന്നവരാണ്. അപ്പോൾ ഈ പ്രതീകത്തിലൂടെ യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന ആ ചക്രവർത്തിയെയും സംവിധാനങ്ങളെയും ഒക്കെ ഒരു നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ദൈവിക തൃത്വത്തെക്കുറിച്ചുള്ള ആ അവതരണം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലാണത് ആദ്യം നമ്മൾ കാണുക. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും, വൺ ഹു വാസ്, ഹു ഈസ് ടു കം. അപ്പോൾ 3 കാലങ്ങളിലുമുള്ളവൻ, കാലത്തിൻ്റെ അധിപനായ ദൈവം. ഇനി മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഭാഗം അവിടെയില്ല. ഉണ്ടായിരുന്നവനും ഇപ്പോഴില്ലാത്തവനും വരാനിരിക്കുന്നവനും, 17-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ആ ദൈവത്തിന് സമാനമായിട്ടുള്ള ആ ഒരു പ്രയോഗം എടുത്തിട്ട് അതിൽ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം അത് മാറ്റിക്കണം. അപ്പോൾ വായനക്കാർ വളരെ ശ്രദ്ധാപൂർവം വായിച്ചാൽ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാനായിട്ടൊക്കെ സാധിക്കും. ഇനി അതുപോലെ തന്നെ ആ മൃഗത്തെക്കുറിച്ച് പറയുമ്പോഴെന്താ പറയുന്നത്? അതിന് 7 തലകളും 10 കൊമ്പും കിരീടം
കിരീടമായിട്ടുള്ള ആ വ്യാളി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 7 തലയും 10 കൊമ്പും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അജയ്യത, അതിൻ്റെ അപാരമായിട്ടുള്ള ശക്തി, അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 12-ാം അധ്യായത്തിൽ ആ വ്യാളി വലിച്ചെറിയപ്പെടുന്നത് കാണുന്നുണ്ട്. 7-ാം വാക്യം മുതൽ സ്വർഗത്തിൽ ഉള്ള ആ യുദ്ധം, മിഖായേലും ദൂതന്മാരും സർപ്പവും ദൂതന്മാരും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ പരാജിതരായ സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ആ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, ആ മൃഗത്തിന് ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ് ഉണ്ട് എന്ന് പറയുന്നു 13-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ദൈവദൂഷണം പറയുന്ന വായ്, വമ്പ് പറയുന്ന വായ്. ഇനി ഈ സത്യാത്മാക്കൾ അല്ല ആത്മാവ് എന്താ ചെയ്യുന്നത്? സഭകൾക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് ദൈവിക തൃത്വത്തിലെ ആത്മാവ് സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നെങ്കിൽ, ഇനി ആ മൃഗം അത് വ്യാജമാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഇനി ആ കുഞ്ഞാടിനെയും മൃഗത്തെയും ഇതുപോലെ തന്നെ താരതമ്യപ്പെടുത്തി പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റേത് പോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാടിന് അവിടെ 7 കൊമ്പ് ഉണ്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ പൂർണ്ണ ശക്തിയെയാണ് അത് സൂചിപ്പിക്കുക. ഇനി മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് 2 കൊമ്പുണ്ടായെന്ന് പറയുന്നു. മാത്രമല്ല മാരകമായ മുറിവിന് ശേഷം ജീവിക്കുന്നു എന്നും പറയുന്നു. മാരകമായ മുറിവിന് ശേഷം ജീവിക്കുക. അപ്പോൾ അത് 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു അതിന് സമാനമായിട്ടുള്ള ചിത്രമാണ്, എന്നാൽ വ്യത്യസ്തവുമാണ്. കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മളവിടെ കണ്ടായിരുന്നു. അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ ആ കുഞ്ഞാടിനോട് സാമ്യപ്പെടുത്തി, എന്നാൽ കുഞ്ഞാട് അല്ല, കുഞ്ഞാടിന് ശക്തിയില്ല എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി കുഞ്ഞാടിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ സാന്നിധ്യം തന്നെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെക്കുറിച്ച് പറയുമ്പോൾ, കുഞ്ഞാടിനെ വിവരിക്കുമ്പോൾ അതിനെ ആരാധിക്കുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് ദൈവജനം അല്ലെങ്കിൽ ജീവികൾ, ശ്രേഷ്ഠന്മാർ ആരാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇനി മൃഗമാണെങ്കിലോ, ആ മൃഗത്തെ ആരാധിക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു. അപ്പോൾ അതിന് ആളുകൾ നിർബന്ധിച്ച് മാത്രമേ ആ മൃഗത്തെ ആരാധിക്കുന്നുള്ളൂ. ഇനി വേശ്യയായ ബാബിലോണിനെ പുറത്ത് വഹിക്കുന്നവളാണ് ആ മൃഗം. അപ്പോൾ മൃഗത്തെ വീണ്ടും ആ തിന്മയുടെ സംവിധാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഈ നന്മ തിന്മകളെയൊക്കെ വ്യത്യസ്ത പ്രതീകങ്ങളൊക്കെ ഉപയോഗിച്ച് 2 തലങ്ങളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോക്കലിപ്റ്റിക് ശൈലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളൊരു ഡ്യുവലിസ്റ്റിക് പെർസ്പെക്റ്റീവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നന്മ തിന്മകളെ വേർതിരിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവിക തൃത്വത്തെയും പൈശാചിക തൃത്വത്തെയും അവതരിപ്പിച്ചുകൊണ്ട് ആരാധന സമൂഹത്തോട് ചോദിക്കുന്നു, ഇനി ഏതാണ് കൂടുതൽ അഭികാമ്യം? ആരുടെ പിന്നാലെ പോകുവാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുക? അപ്പോൾ വെളിപാടിൽ ഈ വിവരണത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ ബാബിലോൺ എന്ന് പറയുന്ന പ്രതീകത്തിലൂടെ അന്നുണ്ടായിരുന്ന തിന്മയുടെ ശക്തികളെയൊക്കെയാണ് അവതരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ശക്തികൾ, അവിടെ രാജാക്കന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്, രാജാക്കന്മാരുടെ സംവിധാനങ്ങളൊക്കെ നിലനിർത്തുന്ന ഒരു കച്ചവടക്കാരൊക്കെ പിന്നീട് നമ്മൾ 18-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ചില ജീവിത ദർശനങ്ങൾ, അതായത് സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്ന ചില ജീവിത വ്യവസ്ഥിതികൾ, അപ്പോൾ അതൊക്കെ ആരെയും മോഹിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ് ആത്യന്തികം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്തെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ചൂഷണവും അക്രമവും ഒക്കെയാണ്. അപ്പോൾ ഈ അക്രമം വഴിയായിട്ടാണ് അവിടെ ആ സമാധാനമൊക്കെ അവർ നിലനിർത്തുന്നത്. അപ്പോൾ റോമൻ സമാധാനം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ വെറും വ്യാജമായിട്ടുള്ള ചില അവകാശവാദങ്ങൾ തന്നെയാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന വ്യവസ്ഥിതികളെയൊക്കെ തുറന്നു കാട്ടി
അതിലെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ എന്തെന്ന് കാണിച്ച് കൊടുത്തിട്ട് ആരാധന സമൂഹത്തോട് ചോദിക്കുന്നു, ഇനി നിങ്ങൾ പറയുക, ആരെയാണ് നിങ്ങൾ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ അത് തന്നെയാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുക. 9-ാമത്തെ വാക്യം നമ്മളത് തുടങ്ങി വയ്ക്കാം, അത് അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ തുടരാം. 9-ാമത്തെ വാക്യം, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. ആ 7 തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന 7 മലകളാണ്, അവ 7 രാജാക്കന്മാരുമാണ്. അപ്പോൾ ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. അത് ആരാധന സമൂഹത്തോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ ദൈവിക ജ്ഞാനം എന്ത്, അത് ആരാധന സമൂഹത്തിനുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തുടർന്ന് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.